ഒരു വ്യക്തിയായി എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം, എങ്ങനെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കണം എന്നുള്ളത് ഗുരുവിനെ അറിയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെയാണ് മനസ്സിലാവുന്നത്. അത് എനിക്ക് അതിനും സഹായിച്ച മനുഷ്യരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനാണ് ആദ്യമായി നാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകം വായിക്കാനായി MK സാനു മാഷിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്നൊരു പുസ്തകം തരുന്നതും വായിക്കുന്നതും. പിന്നെ പിന്നെ ഗുരുവിൻ്റെ ആശയങ്ങൾ, വാക്കുകൾ, ചിന്തകളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ നമുക്ക് ചിന്തിച്ച് നോക്കാൻ, നമുക്ക് സാമ്യപ്പെടാൻ തോന്നുന്നതും അല്ലെങ്കിൽ ഇനിയും ആഴത്തിൽ അറിയാൻ തോന്നുന്നതായ കാര്യങ്ങളാണ്. ഗുരു ഇന്ന് കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ചർച്ചയുടെ ഭാഗമായി ഗുരു വളരുന്നുണ്ട്. പല ഇപ്പോഴത്തെ സാഹിത്യോത്സവങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അല്ലാതെ തന്നെയൊക്കെ മനുഷ്യരിങ്ങനെ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന വേദികൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട്, ഗുരു വായിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇനിയും അത് വേണം എന്നുള്ളതുണ്ട്. ആ വായിക്കുക എന്നത് അവസാനിക്കുന്നില്ലല്ലോ, വായനയിൽ മാത്രം അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവങ്ങളിലൊക്കെയും ഗുരു വഹിച്ച പങ്ക് വലുതാണ്. അപ്പോൾ ഗുരുവിനെ വായിച്ച് അവിടെ അത് അവസാനിക്കുന്നു എന്നുള്ളതിലല്ല, ആ തിരിച്ചറിവുണ്ടാകുന്ന രീതിയിലേക്ക് അതെങ്ങനെ ഒരുപക്ഷെ കുട്ടികളുടെ പാഠ്യപദ്ധതികളിലേക്കാവാം, അല്ലെങ്കിൽ പൊതുവായ ഒരു സദസ്സുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുക. ആ ആശയം സത്യത്തിൽ എല്ലാവരിലും ഉണ്ട്. മലയാളി അല്ലെങ്കിൽ ലോക ജനതയിൽ തന്നെ മനുഷ്യത്വമുണ്ട്. അത് തന്നെയാണ് ഗുരു പറഞ്ഞത്, ആ സാഹോദര്യവും സോദരത്വേന എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗുരു ഉണ്ടാകുന്നു എന്നുള്ളത്. അത് ഗുരുവിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മാത്രമല്ല, ആ പ്രവർത്തികൾ നമ്മൾ സഫലീകരിക്കുമ്പോൾ അവിടെ ഗുരു ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.